ഇപ്പോൾ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദൻ ചേരുന്നു. നന്ദൻ, ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ SFIയുടെ പ്രതിഷേധം, ഒപ്പം എഞ്ചിനീയറിംഗ് കോളേജിലും SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാം എന്ന ഒരു വ്യാമോഹത്തിലാണ് കേരളത്തിലെ സംഘപരിവാർ. ഗവർണർ VC വഴി തങ്ങളുടെ ഇംഗിതങ്ങൾ സർവകലാശാലകളിൽ നടപ്പിലാക്കാം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. SFI ശക്തമായ പ്രതിഷേധമുയർത്തുന്നു. നന്ദൻ, തീർച്ചയായിട്ടും ഇപ്പോ സർവകലാശാലയ്ക്കകത്ത് SFIയുടെ സമരം നടന്നു വരികയാണ്. ക്യാമ്പസുകൾക്കകത്ത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളെല്ലാം ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് ഓണം ബഹിഷ്കരിച്ചുകൊണ്ട്, അവിടുത്തെ മറ്റു പരിപാടികളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് 5 ദിവസമായി ഈ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് സമരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായി ഇന്ന് വേറിട്ട രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സർവകലാശാലയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും സമാധാനപരമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഓണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ഈ സമയം ഇവിടെ കേരള സർവകലാശാലയ്ക്കകത്ത് സമരം നടക്കുന്ന ഈ സമയം തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് എഞ്ചിനീയറിംഗ് കോളേജ്. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ശക്തമായ രീതിയിൽ SFIയുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പസിനകത്ത് NSSന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ദേമാതരം ഉൾപ്പെടെ മുഴുവനും ആലപിച്ചുകൊണ്ട് KTUവിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ അധ്യാപകർ അടക്കമുള്ള ആളുകളാണ് അതിനുവേണ്ടി നേരിട്ട് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള വലിയ ശ്രമത്തിനിടയിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് സാധിക്കില്ല എന്നുള്ളത് വീണ്ടും SFI ഓർമ്മിപ്പിക്കുകയാണ്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ വേണ്ടി, SFIയുടെ സമരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഈ ഭരണകൂടം തയ്യാറാവുമ്പോൾ RSSന് കീഴ്പ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സർക്കാർ മാറുകയാണ് എന്നുള്ളതും ഞങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം ഞങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുമെന്നുള്ളതും കൂടെ അറിയിക്കുകയാണ്. തീർച്ചയായും നന്ദൻ, പക്ഷേ ഈ ഒരു സമരത്തിൽ SFI ഒറ്റയ്ക്കാണല്ലോ. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. വൈസ് ചാൻസലർമാർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇപ്പോൾ നമുക്കറിയാം, കാലിക്കറ്റ് സർവകലാശാല യൂണിറ്റ് സെക്രട്ടറി അവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അഭിനന്ദ്. ഐഷി ഘോഷിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാലയിൽ VCമാർ രംഗത്ത് വരികയാണ്. വലിയ തോതിൽ ഇത്തരത്തിൽ സംഘീവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ SFI മാത്രം നിന്ന് പൊരുതേണ്ടി വരികയാണ്. KSU അടക്കമുള്ള സംഘടനകളൊക്കെ എവിടെയാണ് നന്ദൻ? അത് പ്രസക്തമായൊരു ചോദ്യമാണ്. നിലവിൽ കഴിഞ്ഞ കാലയളവിനകത്ത് അടക്കം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമരത്തിനകത്തുണ്ടായിരുന്നു. ഞങ്ങളെ കളിയാക്കി കഴിഞ്ഞ 10 കൊല്ലം എവിടെയാണ് നിങ്ങൾ എന്നുൾപ്പെടെ മാധ്യമത്തിനകത്ത് ട്രോളുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾ കണ്ടു. കഴിഞ്ഞ 10 കൊല്ലം മാത്രമല്ല, ഈ കഴിഞ്ഞ കാലയളവിനകത്ത് ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരത്തിലാണ്. ഇപ്പോൾ കേരള സർവകലാശാലയിലായാലും KTUവിലായാലും സംസ്കൃത സർവകലാശാലയിലായാലും ഈ സർവകലാശാലയിലെല്ലാം ഈ വിദ്യാർത്ഥികളെ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാൻ മറ്റാരും കടന്നു വരുന്നില്ല എന്നുള്ളത് ഈ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാടിനകത്ത് അതൊരു പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് തന്നെയാണ് SFI മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നമ്മളോടൊപ്പം തന്നെ അണിനിരക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട. ഈ എടുത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളതും കൂടെ അറിയിക്കുകയാണ്. നന്ദി നന്ദൻ പ്രതികരിച്ചതിന്.